സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം എതിരല്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുകയാണ്. സിൽവർ ലൈൻ അലൈൻമെന്റ് പദ്ധതി റിപ്പോർട്ട് ഉൾപ്പെടെ റെയിൽവേയുടെ പരിഗണനയിലാണ്. റെയിൽവേയിൽ നിന്ന് അന്തിമാനുമതി കിട്ടുന്ന മുറയ്ക്ക് മുന്നോട്ട് പോകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയെ അറിയിച്ചു. MG പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങളും ചേർന്നത്. പ്രതീഷ്, ഇവിടെ സിൽവർ ലൈൻ വരില്ല എന്ന് BJP കട്ടയ്ക്ക് പറയുമ്പോഴും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സിൽവർ ലൈൻ്റെ കാര്യത്തിൽ നിരന്തരം ഈ പറഞ്ഞ കത്തിടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിവാണ്. ഏറ്റവും ഒടുവിൽ വന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ DPR പരിഷ്കരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രം ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അക്കാര്യം മന്ത്രി പറയുകയാണ്. ഈ രീതിയിലുള്ള ചർച്ചകൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഈ കേരയിൽ നടക്കുന്നുണ്ട് അല്ലേ പ്രതീഷ്? ഹാഷ്മി, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിന് ഇടയിലാണ് ഇപ്പോൾ നിയമസഭയിൽ റെയിൽവേ മന്ത്രി വി അബ്ദുറഹ്മാൻ സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം എതിരില്ല എന്നുള്ള ഒരു മറുപടി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈന് കേന്ദ്രം എതിരല്ലെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് എന്നതാണ് വി അബ്ദുറഹ്മാന്റെ വിശദീകരണം. റെയിൽവേയിൽ നിന്ന് അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണമായി പറയുന്നത്. ഈ സിൽവർ ലൈൻ അലൈൻമെന്റ് പദ്ധതി റിപ്പോർട്ട് ഉൾപ്പെടെ നിലവിൽ റെയിൽവേയുടെ പരിഗണനയിലാണ് എന്നും 63,941 കോടി രൂപയാണ് പദ്ധതിക്കായി വേണ്ടിവരിക എന്നും സംസ്ഥാന സർക്കാർ നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഈ പദ്ധതിയിൽ അവസാനമായി പുറത്തുവന്ന അപ്ഡേഷൻ ഇതിൽ അലൈൻമെന്റ് മാറ്റണമെന്നൊരു നിർദ്ദേശം ഈ കേന്ദ്രം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അത് സിൽവർ ലൈൻ അധികൃതർ തള്ളിക്കളയുന്നുണ്ട്. കാരണം നിലവിൽ നേരത്തെ രൂപകൽപ്പന ചെയ്ത അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ട് പോകാനാണ് കേരളത്തിന്റെ നിലപാട്. അർദ്ധ അതിവേഗ റെയിൽപാതയ്ക്ക് ഈ താല്പര്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ഇല്ല എന്ന് ഈ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ കേന്ദ്രം ഈ പദ്ധതിക്ക് എതിരല്ലെന്ന ഒരു നിലപാട് കൂടി കേരളം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന ഒരു നയം അല്ലെങ്കിൽ ഒരു നിലപാടാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, MG പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അത് പൈപ്പ് ലൈനിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ കേന്ദ്രം 100% പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് സംസ്ഥാനം പറയുകയാണ്. അത് ശരിയുമാണ്. അതൊരു പരിധിവരെ ഈ പറഞ്ഞ കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള ആ നിരന്തരം കത്തടപാടുകൾ കണ്ടു കഴിഞ്ഞാൽ കേന്ദ്രം ആ പദ്ധതിക്ക് എതിരല്ല എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യാം.